ഈ മേഖലയിൽ മികവ് തെളിയിച്ച മലയാളികളുമുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഗൾഫിൽ ആദ്യകാലത്തെത്തിയ ഒരു മലയാളി, ലോഞ്ചിൽ കോർഫക്കാൻ തീരത്ത് വന്നെത്തിയ ഒരു വ്യക്തി. ഇദ്ദേഹം കഠിനാധ്വാനത്തിലൂടെയാണ് വളർച്ചയുടെ പടവുകൾ കയറിയത്. ഇത് തിരൂർ തെക്കൻ കുറ്റൂർ പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി എന്ന ബാവ ഹാജി. ദുബായിൽ ബിസിനസ്സുകാരൻ. 10ലധികം പഴം, പച്ചക്കറി, ഫുഡ് സ്റ്റഫ് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് ഇദ്ദേഹത്തിൻ്റെതായി. അബ്ദുള്ള അൽ ഖത്തൽ എന്ന പേരിൽ 25ലധികം ഷോപ്പുകളും. എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും പഴം, പച്ചക്കറികളുടെ കയറ്റുമതിയുമുണ്ട് ബാവ ഹാജിയുടെ കമ്പനിക്ക്. ഇത്രയും വിപുലമായ ബിസിനസ് സംരംഭത്തിന്റെ ഉടമയാണെങ്കിലും തൊഴിലാളികൾക്കൊപ്പമേ ഇദ്ദേഹത്തെ മിക്കപ്പോഴും കാണാനാകൂ. ഒരു മുതലാളിയുടെ അധികാരമില്ലാതെ തൊഴിലാളികളുമായി ഇടപഴകുന്നു. കോഴിക്കോട് നിന്ന് ലോഞ്ചിനാണ് ഇദ്ദേഹം UAE-യിൽ ആദ്യമായി എത്തുന്നത്. കോഴിക്കോട് ബറാമി പള്ളിയിൽ ഇമാമായിരുന്ന അമ്മാവൻ ഹസൻ മല്ല മുഖേന 250 രൂപ കൊടുത്താണ് ലോഞ്ചിൽ കയറിയത്. 1967-ലെ അവസാനത്തെ ലോഞ്ചായിരുന്നു അതെന്ന് മൊയ്തീൻകുട്ടി. 1 മാസം കഴിഞ്ഞ് ഖോർഫുഖാനിൽ വന്നിറങ്ങി 17-ാം വയസ്സിൽ. അമ്മാവനാണ് എൻ്റെ കയറ്റേച്ചത്. അന്ന് ആദ്യം 600-700 റുപ്യ സമയത്ത് ഒരു 10-250 റുപ്യ കൊടുത്തിട്ട് എൻ്റെ അമ്മ ഒരു അറബി പള്ളിയിൽ ഇമാമായിരുന്നു. ആ കെയറോപ്പിൽ അദ്ദേഹത്തിന് ചെറിയ പൈസ കൊടുത്ത് പിന്നെ കയറ്റി വെച്ചു. ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് അവിടെ ഖോർഫുഖാനിൽ ഇറങ്ങുന്നത്. കയറടക്കമുള്ള ചകിരി ഉൽപ്പന്നങ്ങളും മരങ്ങളും കയറ്റി വരുന്ന ലോഞ്ചായിരുന്നു അത്. മസ്കറ്റ് വഴിയായിരുന്നു യാത്ര. തീരത്തിന് വളരെ അകലെ എത്തിച്ച തങ്ങളോട് ദൂരെ ലൈറ്റ് ഹൗസ് കാട്ടിത്തന്ന് അതിനെ ലക്ഷ്യമാക്കി നീന്താനാണ് ആവശ്യപ്പെട്ടതെന്ന് മൊയ്തീൻകുട്ടി. ഒരു കയ്യിൽ വസ്ത്രങ്ങളും മറ്റും അടങ്ങിയ ബാഗ് ഉയർത്തിപ്പിടിച്ച് പിന്നെ നീന്തി കരപറ്റി. അക്കാലത്ത് ലോഞ്ചിലെത്തുന്നവരുടെയെല്ലാം ആശ്രയമായിരുന്നു തിരൂർക്കാരനായ കഞ്ഞി മൗലാനയുടെ കാലിക്കറ്റ് ഹോട്ടൽ എന്ന് ഇദ്ദേഹം ഓർത്തെടുക്കുന്നു. ഏകദേശം കര അടുപ്പിച്ച് ഇറക്കിയപ്പോൾ ഇത്ര വെള്ളത്തിൽ ഇറക്കിയിട്ട് ലൈറ്റ് കാണിച്ചു തന്നു. അതാണ് ലൈറ്റ് ഉന്നം വെച്ച് പോയിക്കൂടി തന്നെ. അങ്ങനെ ആ ലൈറ്റ് ഒന്ന് വെച്ച് ഞങ്ങൾ എല്ലാവരും ഒപ്പം എല്ലാവരും എത്തി. കാലിക്കറ്റ് ഹോട്ടൽ എന്ന് അറിയും. അവിടെ ഹോട്ടൽ മൗലാൻ്റെ കഞ്ഞി മൗലാൻ്റെ ഹോട്ടലാണ്. അവിടേക്കാണ് എത്തുന്നത്. അവിടെ ചെന്ന് അവർ സ്വീകരിച്ച് ഭക്ഷണമൊക്കെ തന്നു. ഒപ്പം ഞങ്ങൾ അപ്പോൾ ആളും വന്നു, രാജ്യയിലെ അവർ വന്നു. അവർ വന്നിട്ട് ഏൽപ്പിച്ചു അവിടെ പിന്നെ അവർ ഭക്ഷണമൊക്കെ തന്നു. ലോഞ്ചിനെത്തുന്നവർക്ക് പശി അകറ്റാനായി കഞ്ഞി വെച്ച് നൽകുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് കഞ്ഞി മൗലാന എന്ന് പേര് വന്നത് അത്രേ. ഈ കഞ്ഞി മൗലാന പേരാക്കാൻ കാരണം അറിയാം. അയാൾ ഹോട്ടൽ പൂട്ടുന്ന നേരത്താണ് ഹോട്ടൽ പൂട്ടിയിട്ടുണ്ടാവും. അപ്പോഴാണ് 10, 60, 50 വന്നാൽ കൊടുത്ത് കൊട്ടൽ ഉപ്പുറം സബ്ക്കീൽ ഉപ്പുറം ഹോട്ടലാണ്. സബ്ക്കീൽ ഹോട്ടൽ സബ്ക്കീലെ സ്റ്റേഷൻ. അപ്പൊ ഇയാൾക്ക് ഓരോരുത്തർ കണ്ണ് തുറച്ചുണ്ടാവും. അപ്പൊ ഇയാൾ അപ്പം ചെയ്യുന്ന പണിയാണ് ഈ കഞ്ഞി കണ്ടിച്ചു കൊടുക്കുക. കഞ്ഞി ഭക്ഷണം വന്നിട്ടുണ്ടാവും, ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവും പേർക്ക്. അങ്ങനെ ആ വിഷമിച്ചിട്ടുണ്ടാവൊക്കെ. അപ്പൊ അന്നേക്കുന്ന ഇയാൾ ഹോട്ടൽ വന്ന് അവർക്ക് കഞ്ഞി വെച്ചു കൊടുക്കും. വേഗം ആണല്ലോ ചെമ്പ് വെച്ച് കഞ്ഞി അടിച്ചു പോയി കഞ്ഞി. അതാണ് കഞ്ഞിമോലാന്ന് പേര് അയക്കുന്നത്. കഞ്ഞിമോലാന്ന് വിളിക്കരുത്. സബ്ക്കിലോട്ട് കഞ്ഞിമോല ചിലുകാരനാണ്. ബാപ്പയുടെ മരണത്തെ തുടർന്ന് കുടുംബഭാരം ചുമലിലേറ്റേണ്ടി വന്നതോടെയാണ് ദുബായിലേക്ക് എത്തുന്നതെന്ന് മൊയ്തീൻകുട്ടി. ഞാൻ 1977 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കാലത്ത് എൻ്റെ വാപ്പ മരണപ്പെട്ടു. അതുവരെ ജീവിത വിഷമങ്ങളും ബുദ്ധിമുട്ടൊന്നും അറിയാതെ വിദ്യാഭ്യാസം മാത്രം മുൻനിർത്തി പോയിരുന്നതാണ്. വീട്ടിൽ വിഷമങ്ങളൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് വാപ്പ ഒരു സുപ്രഭാതത്തിൽ ഒരു ഓപ്പറേഷൻ മരണപ്പെട്ടു. അപ്പം അതിനുശേഷം പിന്നെ 2 ഉമ്മയും 2 അഞ്ചന്മാരും അവർ 2-3 വയസ്സ് 1 വയസ്സ് അഞ്ചന്മാരോടുണ്ട്. ഇപ്പോൾ അവർ ഉമ്മയായ പിന്നെ സാമ്പത്തികമായിട്ടൊന്നുമില്ല. പിന്നെ നാട്ടിൽ അത്യാവശ്യം എന്നെക്കൊണ്ട് കഴിയുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുബായ് രാജ്യക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ദുബായിലെത്തിയെങ്കിലും ജോലി കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടി ഇദ്ദേഹം. ജോലി അന്വേഷിച്ച് പലയിടങ്ങളിലും അലഞ്ഞു. ദുബായിലെത്തിയൊക്കെ എല്ലായിടത്തും വളരെ നഷ്ടമാണ്. കാര്യമായിട്ട് ജോലി ആൾക്കാർ വന്നിട്ട് 100-150 ആളുകൾ രാജ്യക്ക് വരുന്നത്. ജോലി ആർക്കും പറയാത്ത ജോലിയൊന്നും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കും, കിട്ടിയതായി എടുക്കാൻ എന്തെങ്കിലും ചെറിയ ജോലി അങ്ങനെ. കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ പലപ്പോഴും പട്ടിണി കിടന്നിട്ടുണ്ട്. ചൂട് കൂടുമ്പോൾ കടപ്പുറത്തായിരുന്നു പല രാത്രികളിലെയും ഉറക്കം. മറക്കാനാവാത്ത വേദന. ജോലി അന്വേഷിച്ച് പല ഭാഗത്തുനിന്നും പോകേണ്ടി വന്നു. ഖോർഫുഖാൻ, ഫുജറ, കെൽബ, അസർക്കീം എല്ലായിടത്തും 5-6 ആയിട്ട് നിൽക്കേണ്ടി വന്നു. ചില ഭാഗങ്ങളിൽ പോയി റൂമുണ്ടായിരുന്നു. ആസാമിൽ പോയി ഭാഗത്ത് സിംഗപ്പൂർ ഒരു 10 മണിക്കാരുണ്ട്. ഞങ്ങളവിടെ ജോലി അന്വേഷിച്ച് പോയപ്പോൾ ജോലി അന്വേഷിച്ച് വൈകുന്നേരം നടന്നു. ജോലി കിട്ടിയില്ല. അവസാനം കിടക്കാൻ തരില്ല. ചെട്ടിയെ പിടിച്ച് കിടന്ന് ഗല്ലി കിടന്ന് രാവിലെ അടിച്ച് തട്ടിക്കൊട്ടിയൊക്കെ പോയി പിന്നെയും അങ്ങനെ
പിന്നെ തന്നെ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടായി. ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ചില സമയങ്ങൾ പട്ടിണി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പൈസ ഇല്ല വാങ്ങി തരാൻ ആളുമില്ല. ഭക്ഷണം കിട്ടിയാൽ ജോലി ചെയ്യാമെന്ന അവസ്ഥയിലായിരുന്നു താനെന്ന് മൊയ്തീൻ കുട്ടി. ഏകദേശം ഭക്ഷണം കിട്ടിയ ജോലി ചെയ്യാന്നുള്ള അവസ്ഥ എന്ന് പറയാം. ഭക്ഷണം വയറുറച്ച് വിഷപ്പാണ് ഏറ്റവും മനസ്സിലായി വലുത്. അതിന് തന്നാത്ത ജോലിയാണ് അവസ്ഥയിലാണ്. എനിക്കും ജോലിയൊന്നും കിട്ടിയില്ല. ഞാൻ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിലാണ് ജോലി കിട്ടിയത്. അവിടെ സിമെന്റ് ആയിട്ടില്ലായിരുന്നു. ഏകദേശം 4 മാസം ജോലി ചെയ്തപ്പോൾ എനിക്ക് ടൈഫോയിഡ് പനി വന്നു. അതേറ്റവും ആസ്പത്രിയിലായി. പിന്നെ വെജിറ്റബിൾ സെക്ഷന് വെജിറ്റബിൾ 100% ശമ്പളത്തിൽ ജോലി എടുക്കുന്നതാണ്. ആ ജോലി അങ്ങനെ തുടർന്ന് 2-3 നല്ല സൂക്കോടും ജോലികൾ തുടർന്ന് അങ്ങനെ പോയി. ഇപ്പോൾ വൻ ബിസിനസ് സംരംഭങ്ങളുടെ ഉടമയാണെങ്കിലും തന്റെ കഴിഞ്ഞ കാലത്തെ ദുരിതങ്ങൾ തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല ബാവ ഹാജിക്ക്. മറ്റു പല ബിസിനസ്സുകാരിൽ നിന്നും ഇദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നത് ഈ നിഷ്കളങ്കതയാണ്. താൻ ദുബായിലെത്തുമ്പോൾ ദുബായ്ക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഇദ്ദേഹം. തനിക്ക് സൗഭാഗ്യങ്ങൾ നൽകിയ ദുബായിയുടെ വമ്പൻ വളർച്ചയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു ഈ തിരൂർക്കാരൻ. ഞാൻ പറഞ്ഞ അവസ്ഥ ദുബായിലൊന്നുമില്ല. ശരിക്കും നല്ല വീടുകളില്ല, പ്രാഥമിക സൗകര്യങ്ങളൊന്നുമില്ല, റോഡുകളില്ല. ഏത് റോഡ് അങ്ങനത്തെ മെയിൻ റോഡുകളൊന്നുമില്ല, കറണ്ടില്ല. അങ്ങനെയുള്ള അവസ്ഥ. വെള്ളം നമ്മൾ നല്ല വെള്ളം കിട്ടുക. അന്ന് നമ്മൾ നാട്ടിലും നല്ല വെള്ളം കൊണ്ട് വിൽക്കുക. 4-8 നല്ല വെള്ളം വാങ്ങിയിട്ട് കുടിക്കണ നല്ല വെള്ളം വാങ്ങണം. പൈപ്പ് ലൈന് നല്ലവണ്ണം ശുദ്ധി ചെയ്ത് വെക്കുക. അത് കുറേശ്ശെ കിട്ടുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം കുളിക്കാനൊക്കെ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ താമസിക്കുന്ന കുഴി കുത്തിയിട്ട് ഡമ്മറക്കുക. ആ വെള്ളം മേലെ കയറും. പിന്നെ നമ്മൾ അപ്പോൾ കുളി കഴിഞ്ഞാൽ കാണാൻ കുറേ കഴിഞ്ഞാൽ ഉപ്പുണ്ടാവും, ഉപ്പിൻ്റെ അംശം. രാത്രി കുളിച്ച് കിടന്നാൽ നേരം വെക്കുമ്പോൾ ഉപ്പ് കൂടി ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ മേലെ 4-2 വെള്ളം വാങ്ങി ഒരു ഉപ്പ് വെള്ളം തലമക്കൂടിയായിട്ട് പോലെ കുറച്ച്. അങ്ങനത്തെ ജീവിതമാണ്. ഒരു പച്ചക്കറി കടയിലെ മാസത്തിൽ 100 ദിർഹം ശമ്പളം എന്ന ജോലിയിൽ നിന്ന് 550-ലധികം പേർക്ക് ജോലി നൽകുന്നതിലേക്ക് മൊയ്തീൻ കുട്ടിയും വളർന്നിരിക്കുന്നു. പാവപ്പെട്ടവരെയും അശരണരെയും ഇദ്ദേഹം നിശബ്ദമായി സഹായിക്കുന്നുണ്ട്. സ്വദേശത്തെ കോളനിയിൽ 100ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ള പദ്ധതി, പാവപ്പെട്ട കുടുംബങ്ങൾക്കായി വീട് നിർമ്മിച്ചു നൽകൽ, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നീളുന്നു. നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയതും ഇതുകൊണ്ടു തന്നെ. പാറപ്പുറത്ത് മൊയ്തീൻ കുട്ടി എന്ന ബാവ ഹാജി തന്റെ ജീവിതം കൊണ്ട് തന്നെ വ്യത്യസ്തനാവുകയാണ്. The name's Bond. James Bond. 2012 വരെയുള്ള 50 വർഷത്തിനിടെ 22 ചിത്രങ്ങൾ.